ഹായ് സൈക്കോ ആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ അത് ഇന്നും നമ്മളെ ഹാർബറിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല കിടിലൻ ചെമ്പല്ലിയൊക്കെ പിടിക്കുന്ന വീഡിയോ. ഇന്നും ഒരു കിടുക്കാച്ച് വീഡിയോ തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. ചെമ്പല്ലി അടിച്ചിട്ടോ, ബുക്കായില്ലോ. പണിപാടി ശ്രദ്ധ ഇല്ലാതിരിക്കുമ്പോഴല്ലോ മീനടിക്കുന്നത്. ഇതെന്ത് പറ്റി, കട്ടായി പോയോ? ബുക്കായില്ല, വേദനിച്ചിട്ടില്ല മീന്. എന്തായാലും നമുക്ക് അവിടെ തന്നെ കാസ്റ്റ് ചെയ്തോ കേട്ടോ. എന്തായാലും മീൻ അവിടെ ഉണ്ട്. അധികം ദൂരത്തല്ല, ക്ലോസ് റേഞ്ച് തന്നെയാണ്. എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്തോ കേട്ടോ. ഇവിടെ അടുത്തുനിന്ന് തന്നെ മീൻ അടിച്ചാൽ മിക്കവാറും ആ മീൻ തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല വെള്ളമാണ്, സൂപ്പർ വെള്ളമാണ്. ചെറിയൊരു കലക്കുള്ള ചെമ്പല്ലിക്കൊക്കെ പറ്റിയ നല്ല കിടിലൻ വെള്ളമാണ്. ചെമ്പല്ലിയും കാളാഞ്ചും അടിക്കാൻ പറ്റിയ വെള്ളമാണ്. നോക്കാം അടിക്കട്ടെ. കുറച്ച് കനമുള്ള മീനായിരുന്നു കേട്ടോ. എന്തായാലും ഫസ്റ്റ് കണി കാണിച്ചു പോയിട്ടുണ്ട് മീൻ. ഞാൻ അടുത്ത് അടിക്കുമെന്ന് നോക്കാം. വലയാണ് പണ്ടാറം. അയ്യേ, അത് കയറി ഒട്ടയ്ക്കാൻ കിട്ടും. വല ആൺലൈൻ എന്തോ അതിന് കയറി ഒട്ടക്കിയിട്ടുണ്ട്. പോന്നു ആൺലൈനാന്ന് തോന്നുന്നുണ്ട്. അധികം കണ്ട് വിട്ടു പോകുന്നില്ല കേട്ടോ. ആൺലൈൻ അടക്കം പോകുന്നു. ആൺലൈൻ ഇടുന്നവർക്ക് ഒരു പണി ചെയ്താൽ മതി. അത് അടിയോടൊക്കെ വലിച്ച് പൊട്ടിച്ചാൽ മതി. അത് ചെയ്യാത്തതിൻ്റെയാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നത്. അവർക്കും ബുദ്ധിമുട്ടാവും. കാരണം വെച്ചാൽ പിന്നെ ഒരിക്കൽ വന്നിട്ട് അവരെന്നെ ഇവിടെ കൂടുതലിടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ആൻലൈൻ തന്നെയാണ് ചിലപ്പോൾ മീൻ അടിച്ച് കഴിഞ്ഞാൽ കയറി കുടുങ്ങാൻ പോകുന്നത്. ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഉടക്കി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് അവിടെ നിന്ന് കട്ട് ചെയ്താണ്ട് ഒഴിവാക്കും. വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടിയോടൊക്കെ പറഞ്ഞിട്ട് പൊട്ടുപോയി. അപ്പോൾ പിന്നെ കുറച്ച് ഭാഗമല്ല അവിടെ ഇരിക്കുള്ളൂ. അത് ചെയ്യൂല. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. ഞായ്മ തന്നെ കയറി കുടുങ്ങുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയല്ലോ അവിടുന്ന്. ആൻലൈൻ കുടുങ്ങിയൊക്കെ എടുക്കണ്ട. പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ അങ്ങോട്ട് പോക്ക് ടാസ്ക്കാണ്. അത് പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലേ പിന്നെ പിന്നെയും അതിമ്മ കുടുങ്ങിക്കൊണ്ട്. അപ്പോൾ നമ്മളതിമ്മ കുടുങ്ങിയൊക്കെ എടുക്കണം. വലിച്ചു പൊട്ടിച്ചാൽ ആ പ്രശ്നം ഉണ്ട് കഴിഞ്ഞാൽ. വേണ്ട, ഹുക്കടക്കം അതിമൊക്കെ എടുക്കുക. വിട്ടുപോകരുത്. ഓക്കെ, നല്ല കനമുള്ള ലൈനാണ് ഇട്ടുള്ളത്. ഇതല്ല അപ്പം കുടുങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. എന്തായാലും ഇവിടെ
വലിക്കും. താഴത്തെ കല്ലുമൊക്കെ ഇറങ്ങിക്കാം. ഒരു എയിമില്ല ഒന്ന് വലിക്കാം. പൊട്ടണില്ല കേട്ടോ. ഒരു പണി ചെയ്യാം. അത് ഈ ഉക്കുള്ള ഭാഗം ഒന്ന് കടിച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ കൈമ കയറിക്കാളും. ഇതൊന്ന് പൊട്ടിച്ച് മാറ്റി കല്ലി കൊടുക്കട്ടെ. നമ്മൾ തൽക്കാലം ലീഡർ ലൈനുമ പിടിച്ച് അല്ല ലിപ് പ്ലെയറിൽ പിടിച്ചിട്ട് ചുറ്റി വലിക്കാം. എൻ്റെ കൈ വേനിക്കും. അല്ല അടിയോടൊക്കെ പറഞ്ഞു കൊണ്ട് പോകണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇത്ര പോരെ നൂലാ നോക്കിയാൽ പിന്നെ എങ്ങനെ മീനെ കടിച്ചു കഴിഞ്ഞാൽ കുടുങ്ങി പോകാതിരിക്കും. നടിയില്ലേ ഇത്രയും നൂല അപ്പം നമ്മൾ പറിച്ചെടുത്ത്. ഓക്കെ, എന്തായാലും നമ്മളെ പരിപാടി തുടങ്ങി നോക്കട്ടാ. എടുത്തിട്ടില്ല ഓല, ഇറങ്ങിയിട്ടില്ല എടുക്കാൻ. ആൻലൈന് പൊട്ടിക്കുമ്പോൾ അടിയിൽ നിന്ന് വലിച്ച് പൊട്ടിച്ചൂടെ? അത് മേലെ തന്നെ കട്ട് ചെയ്തിട്ട് അല്ല ലൈന് ഡെമ്മി വരുമ്പോൾ കുടുങ്ങിയാണെന്നറിയാം. വലമലല്ല ലൈന് ഹാൻഡ് ലൈനില്ലേ നമ്മളെ എറി, അതിട്ടിച്ചിട്ട് മേലെ തന്നെ പൊട്ടിച്ച് ഒഴിവാക്കിയിരിക്കണ്. അത്രയും ചെയ്ത പണിയാണ്. വെറുതെ പൊട്ടിക്കുമ്പോൾ അടിയിൽ നിന്ന് പൊട്ടിച്ചാൽ അത്രയും പോരും. മുന്നിമ കൊക്കുണ്ട്, നല്ല കൊക്കയാണ്. കാൽമ തട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ആൻലൈൻ കണ്ട് വലിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പണി ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചു. ഓക്കെ, നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്യുന്നതിന് പിന്നെയും ഒന്ന് അടിക്കുമെന്നൊന്ന് നോക്കാം. വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ വലിച്ച് നമ്മൾ കരയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈന് വെള്ളം ഹൈറ്റായിട്ട് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതാണ് ഇത്ര ഇളക്കം വരുന്നത്. അടിച്ച മീൻ അവിടെ പോയിന്നാണ് ഞാൻ നോക്കുന്നത്. വേദനിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ആൾക്ക് വാലിൻ്റെ എൻഡിലും ഉക്കുമലും കൂടി ആയിട്ട് ജസ്റ്റ് ഒന്ന് കടി പിടിങ്ങിയിട്ടുള്ളൂ. അടിച്ച് നല്ല പവറിൽ അടിച്ചും ചെയ്തു. നമ്മളിപ്പോൾ ഈ കാസ്റ്റ് ചെയ്യുന്ന ഏരിയ മൊത്തം ഒരു 5-6 മീറ്ററോളം നിരന്ന് മേലേക്ക് കല്ലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഡീപ്പ് കണ്ട് വിട്ടുകൊടുക്കുന്നില്ല. എറിഞ്ഞ പാടിനെ ചുറ്റുകണ്ടയാണ്. ഞാൻ പെട്ടെന്ന് ഉടക്കി പോകും, അതുകൊണ്ടാണ്. ഓ എന്തത് ചെമ്പല്ലിക്ക് ഭ്രാന്തായ, എന്താ ഉക്കാവാത്തെ? എൻ്റെ പൊന്നു, എന്താ ഇടിക്കണത്? ഇപ്പം പിടിച്ചരാ. കയ്യിൽ നിന്ന് സ്റ്റിക്ക് പോയിട്ടോ. അജാതി അടി. എന്തായാലും പിടിക്കണവനെ. നല്ല പവർ, എനർജിക്ക് നിൽക്കണ ചെമ്പല്ലിയാന്ന് തോന്നുന്നു. അടിയും കഴിഞ്ഞു, ഓട്ടം കഴിഞ്ഞു. ഡ്രാഗ് ഞാൻ കുറച്ച് ലൂസ് ഇട്ടിക്കണ്. പക്ഷേ രണ്ടാമത്തെ മീനാട്ടോ സ്ട്രൈക്ക് ചെയ്ത മീൻസാണ്. എന്ത് പറ്റി? ഇനി ഉക്കാവുന്നില്ലേ? കയ്യിൽ നിന്ന് സ്റ്റിക്ക് അങ്ങോട്ട് പോയി. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഓ ചെറുല് കളി, വേറെ വൈബ്. ഒന്ന് കയറി കിട്ടിയിരുന്നെങ്കിൽ അതിനെക്കാട്ടി വേറെ വൈബായനെ.
എന്തായാലും അടിക്കുന്ന ചെമ്പല്ലിയൊക്കെ നല്ല സൈസാട്ടോ. ഡ്രാഗൊക്കെ വലിഞ്ഞു പോയിക്കണം. അത്യാവശ്യം നമ്മൾ 2 കിലോൻ്റെ കപ്പാസിറ്റി ഇട്ടുവെച്ചിരിക്കുന്ന ഡ്രാഗാണ്. എന്തുകൊണ്ടാണ് ഉക്കാവാത്തത്? ഇപ്പോഴും നോക്കാം. നമുക്കിപ്പോൾ സ്ട്രൈക്ക് കിട്ടിയ 2 സൈഡിലും നമ്മൾ നിന്നതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ കാസ്റ്റ് ചെയ്ത് 2 സൈഡിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടി. സാധാരണ സ്ട്രൈക്ക് കിട്ടിയെടുത്ത് ഒരു 10-20 ഏറെങ്കിലും തിരിച്ച് മീൻ അടിക്കാറുണ്ട്. ഒരുപാട് ടൈം ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടും ആ മീൻ തൊടുന്നില്ല. എന്തായാലും രണ്ടാമത് ഈ സൈഡിൽ നിന്ന് അടിച്ചത് കുറച്ച് കനമുള്ള മീൻ തന്നെയാണ്. എന്ത് പറ്റിയോ നമുക്കൊന്ന് സ്പോട്ടിന് മാറേണ്ട സമയമായി. കുറേ നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുക. 1 മണിക്കൂറോളമായിട്ട് ഇവിടെ തന്നെ നിന്ന് തിരിയാണ്. അതടിക്കുന്നുള്ള പ്രതീക്ഷ തന്നെ. കാരണം ഈ രണ്ടാമത് അടിച്ച മീനിൻ്റെ കനം നല്ല സൈസ് ഉണ്ട്. എന്തായാലും 2 kg പ്ലസ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് നല്ല അടുത്ത സ്പോട്ടിലൊന്നും പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ടൊന്ന് കാസ്റ്റ് ചെയ്തു. കാരണം കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ചിലപ്പോൾ അവിടെ മീൻ അടിച്ചു അങ്ങോട്ട് മാറുമ്പോൾ ചിലപ്പോൾ അമൂറാണ് കേട്ടോ. ഇത് അമൂറാണ് വരെ വേണ്ടിട്ട്. ഞാൻ പറയില്ല, ചെറിയ അമൂറാണ്. അമൂറ് ചെറുതാണ്. നമുക്ക് റിലീസ് ചെയ്യാം. ഞാൻ റിലീസ് ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ ഉക്കുമ്പോൾ തന്നെ വിട്ടു പോകും. നല്ല ഉക്കായിട്ടില്ല. വാതോർക്ക് മീനെ ഉക്കായിട്ടില്ല. ജസ്റ്റ് ഉക്ക് വന്ന് നിൽക്കണുള്ളൂ കേട്ടോ അവിടെ. ഓക്കെ, ജസ്റ്റ് ഉക്ക് ഇങ്ങനെ നിന്നിട്ടുള്ളൂ. എന്താ ചെറിയൊരു അമൂറ് അങ്ങനെ വെച്ചാൽ റിലീസ് ചെയ്യാം. ഒരു ഫോട്ടോ എടുത്താൽ നല്ല ബ്ലീഡിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ ഇവിടുത്തെ താഴോട്ട് ഇറങ്ങൽ ടാസ്ക്കാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ലിപ്പർ ഊരി കൊടുക്കാൻ പോണേ. ഓക്കെ, എന്തായാലും അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓരോ മീനിൻ്റെ സ്ട്രൈക്ക് ചെയ്തിട്ട് അത് പിടുത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏത് മീനാണ് അടിച്ചത്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. മീൻ പിടിച്ച് അതിൻ്റെ ഒരു സ്ട്രൈക്ക് എങ്ങനെ ഫീൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഐഡിയ വരും കേട്ടോ. ഓക്കെ, രണ്ടാമത് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ മൂന്നാമത് സ്ട്രൈക്ക് ചെയ്തെന്ന് അറിയില്ല. ആ സ്ട്രൈക്ക് ചെയ്തൊരു ചെറിയ മീനായിരുന്നു. മിക്കവാറും ഇതേപോലെയുള്ള അമൂറായിരിക്കും. പക്ഷേ ഫസ്റ്റ് 2 സ്ട്രൈക്കും ഷുവറാണ് ചെമ്പല്ലിയാണെന്നുള്ള കാര്യത്തിൽ. നല്ല ഉടക്കാ. കല്ല് അധികം വിട്ടെടുക്കാൻ പറ്റില്ല. ഒരു 3 സെക്കൻഡിന് മേലെ വിട്ടാൽ തന്നെ കൂടുങ്ങും. പക്ഷേ അങ്ങനെ കല്ലുള്ള ഏരിയയിൽ നല്ല മീനും ഉണ്ടാവും. പക്ഷെ അവിടുന്ന് പിടിച്ച് കയറ്റൽ കുറച്ച് ടാസ്ക്കാണ്. ഒന്നാമത് കുടുങ്ങിപ്പോവും. അതല്ലെങ്കിൽ മീനടിച്ച് ഓടി കല്ലിലോട്ട് പെട്ടെന്ന് തന്നെ കയറി ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ എന്തായാലും ലീഡർ ലൈനൊക്കെ വരുതി പൊട്ടാൻ ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ അടിച്ചോടുത്തിട്ട് വലിച്ചു കയറ്റണം. വിട്ടെടുക്കരുത്. ഒരു പൊടിക്ക് വിട്ടെടുക്കരുത്. ആ റേഞ്ചിൽ മീനെ വലിച്ചു കയറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീനടിച്ച സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വരെ പോയി, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഷ്രിമ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിരുന്ന ആറ്റോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷ്രിമ്പാണ്. ഇതിൻ്റെ വേറൊരു കളറാണ് ഇപ്പോൾ അത്. ഈ കളറാണ് ഇനി ഇട്ട് നോക്കാൻ പോകുന്നത്. എന്തായാലും ഇതിലെന്തെങ്കിലും അടിക്കും നോക്കുക. നേരത്തെ പോലെ തന്നെ 2 സൈഡ് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിച്ച് എന്താ സാധനം ചെമ്പല്ലി. അതിനോട് പോലെ നൈസ്. അടിപൊളി. എവിടെ ഇപ്പോൾ വെക്കുക? വീണ് പോകരുത്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒരു ചെമ്പല്ലി. ചെറുതാട്ടോ. $100 ഗ്രാം ഉണ്ടാവുള്ളൂ കേട്ടോ.
നമ്മൾ ട്രൈ ചെയ്തതിനൊരു കാര്യം ഉണ്ടായി. അവസാനം ഒന്ന് കയറി കിട്ടി. അടിപൊളി. ആ സ്ട്രിമ്പ് കേട്ടോ, നമ്മൾ മാറ്റിയിട്ട സ്ട്രിമ്പാണ്. അപ്പോൾ അതെ ഒരു ചെമ്പല്ലി അങ്ങനെ കയറി കിട്ടിയ അവസാനം കുടയല്ലേ പ്ലെയർ എടുത്തിട്ട് വേണ്ടി വരും. പ്ലെയർ ഉണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പ്ലെയർ ഇല്ലായിരുന്നു. ബാഗ് നമ്മൾ സിബ് കേടന്നപ്പോഴേ നമ്മൾ ബാഗ് മാറ്റിയിട്ടുണ്ടായിരുന്നു, പഴയ ബാഗായിട്ട് വന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നു. എന്താണ് ഇങ്ങോട്ട് വാ. ഞാനായിട്ട് വരേണ്ടി വന്നില്ല. സംഭവം ഇതേ ആറ്റത്തിൻ്റെ സ്ട്രിമ്പാണ് കേട്ടോ. ഒന്നുമില്ല, ഈ ഒരു കളറിനകത്താണ് നമുക്ക് ചെമ്പല്ലി കയറിയത്. കാണിച്ചു തരാം. അങ്ങനെ അവസാനം ഒരെണ്ണത്തിന് നമ്മൾ കയറ്റി. ആറ്റം എന്ന് പറഞ്ഞ സ്ട്രിമ്പ് 13 തോന്നുന്നു, 14 ഇല്ലെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യേ, പോയി. എന്താ അടിച്ചേ? മിസ്സായി പോയിട്ടോ. എന്തോ ഒരു സാധനം. അമൂറാവാനാണ് ചാൻസ്.